الرحمن الرحيم الحمد لله أحمده وأستعينه وصلى الله على خير خلقه سيدنا محمد وآله وأصحابه أجمعين أما بعد ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഉസ്താദുമാരെ, നമ്മുടെ അൽ അഖായിദ് ഉമറുൻ നസഫിയുടെ അൽ അഖായിദ് പൂർണ്ണമായി ഒരു പ്രാവശ്യം നാം വായിച്ചു കഴിഞ്ഞു. മിക്കവാറും ആളുകൾ അത് സംബന്ധിയായ നോട്ട്സുകളൊക്കെ തയ്യാറാക്കി അയച്ചു തന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഏതാനും ആളുകൾ പല കാരണങ്ങളും പറഞ്ഞിട്ട് വൈകിപ്പിച്ചിട്ടുമുണ്ട്. മറ്റു ചില ആളുകൾ തീരെ പ്രതികരിച്ചിട്ടുമില്ല. ഇതെല്ലാം തഅലീമിൻ്റെ മേഖലയിൽ തീർത്തും അഭിലഷണീയമല്ലാത്ത വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഉസ്താദുമാരായ നിങ്ങളോട്, ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും അവർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന നിങ്ങളോട് അതിൻ്റെ വിഷമം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഏതായിക്കഴിഞ്ഞാലും അവർക്ക് നല്ല ബുദ്ധി അള്ളാഹു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, വളരെ പ്രധാനപ്പെട്ട എന്നാൽ അതിലേറെ ഗൗരവതരമായ ഒരു വിഷയത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമകാലിക യുഗത്തിൽ മീഡിയകളുടെ കടന്നുകയറ്റവും ശക്തമായ തെറ്റിദ്ധരിപ്പിക്കലുകളും അതുപോലെ അള്ളാഹുവിനെക്കുറിച്ചും ഹബീബായ നബിതങ്ങളെക്കുറിച്ചും ഇസ്ലാമിക വിശ്വാസ ആചാര പ്രമാണങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വികൃതമായ രീതിയിൽ സോഷ്യൽ മീഡിയകളിലും മറ്റ് എല്ലാവിധ മീഡിയകളിലും പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ അഖീദയെ, സംശുദ്ധമായ അഖീദയെ സംബന്ധിച്ച് നല്ലൊരു ധാരണയും ബോധവും ശുഊറും നമുക്കില്ല എങ്കിൽ പുതിയ തലമുറക്ക് മുന്നിൽ ഉസ്താദുമാരായ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാ ആളുകൾക്കും ഹിദായത്തും സന്മാർഗവും റുഷ്ദും സമ്മാനിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു തൊപ്പിയിട്ടാൽ അല്ലെങ്കിൽ ഒരു വെള്ള ഡ്രസ്സ് ധരിച്ചാൽ ഉസ്താദാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആ വേഷം ധരിക്കുന്ന, യൂണിഫോം ധരിക്കുന്ന യഥാർത്ഥ ഉസ്താദുമാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റുകയുള്ളൂ. അതിന് ആദ്യം സ്വന്തമായി അറിവുണ്ടെങ്കിൽ മാത്രമല്ലേ മറ്റുള്ളവർക്ക് അത് വിതരണം ചെയ്യാനും പഠിപ്പിച്ചു കൊടുക്കാനും കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ അത് വിരോധാഭാസമായിരിക്കും. റുബ്ബ റബ്ബിൻ റബ്ബഹൂലം യഅരിഫൻ വലം യറുബ് റബീബഹു ലാക്കിൻ അദല്ലൽ ഖൗമ ബിൽ ആറാഇ റാൽ. റുബ്ബ റബ്ബിൻ റബ്ബഹൂലം യഅരിഫൻ, തൻ്റെ റബ്ബിനെ അറിഞ്ഞിട്ടില്ലാത്ത എത്രയെത്ര മുറബ്ബിമാരാണ്, തർബിയത്ത് ചെയ്യുന്ന ആളാണ്. വലം യറുബ് റബീബഹു ലാക്കിൻ അദല്ലൽ ഖൗമ ബിൽ ആറാഇ റാൽ. അപ്പോൾ സ്വന്തം റബ്ബിനെക്കുറിച്ച് അറിയാതെ കണ്ട് തർബിയത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന, റബ്ബിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നവർ ചെയ്യുന്ന വിരോധാഭാസം എത്രമാത്രമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വലം യറുബ് റബീബഹു ലാക്കിൻ അദല്ലൽ ഖൗമ ബിൽ ആറാഇ റാൽ. ചെറിയ കുട്ടികളുടെ വായയിൽ നിന്ന് ഒഴുകി വരുന്ന കേല, ആ തുപ്പുനീരിനേക്കാളും വളരെയധികം നിസ്സാരമായ, അല്ലെങ്കിൽ തുപ്പുനീരിനേക്കാളും നിസ്സാരമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ സമൂഹത്തെ അവൻ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നതിന് പകരം ലലാലത്ത് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഓഡിയൻസ്, താൻ അഭിമുഖീകരിക്കുന്ന മുഖാത്തബീങ്ങൾ, ആ മുഖാത്തബീങ്ങൾക്ക് ലലാലത്ത് വിതരണം ചെയ്യുന്ന ഒരു ഗതിയാണ് റബ്ബിനെ മനസ്സിലാക്കാതെ കണ്ട് റബ്ബിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ദയനീയമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട കാഹിരി തങ്ങൾ നമ്മളോട് അല്ലഫൽ അലിഫോയിലൂടെ ഉണർത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. നമ്മൾ പഠിക്കുന്നത് അൽ അഖായിദിൻ്റെ വ്യാഖ്യാനമായ വളരെ പ്രസിദ്ധവും അർത്ഥപൂർണവുമായ ഒരു വ്യാഖ്യാനമാണ് ബഹുമാനപ്പെട്ട സഅദുദ്ദീനു തഫ്താസാനി റഹിമഹുല്ലായുടെ ഷർഹുൽ അഖായിദ്. വളരെ ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു പ്രശസ്തമായ വ്യാഖ്യാനമാണ് ഷർഹുൽ അഖായിദ്. ആ ഷർഹുൽ അഖായിദിൻ്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സഅദ് തങ്ങൾ ബിസ്മി ചൊല്ലിയിരിക്കുകയാണ്. ഷാരിഹ് നവ്വറല്ലാഹു മർഖദഹു, അവരാണല്ലോ ആ ഷാരിഹ്. വലിയൊരു ഷാരിഹാണ് ബഹുമാനപ്പെട്ട സഅദ് തങ്ങൾ.
സഅദുദ്ദീൻ തങ്ങൾ നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിലൊക്കെ ബുദ്ധിപരമായി വളരെ പിന്നോട്ടായിരുന്നു, ഓർമ്മശക്തി കുറവായിരുന്നു. പക്ഷേ തൻ്റെ ത്യാഗനിർഭരമായ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മുത്തഫാനിയായ ഒരു ജീവിതം, അറിവിന് വേണ്ടി തഫാനി തലഹയ്യത്ത് എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അസൂയാവഹമായ സ്ഥാനങ്ങളെ എത്തിപ്പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് മുസ്ലിം ഉമ്മത്ത് എത്തിച്ചു എന്നുള്ളതിന് മുസ്ലിം ഉമ്മത്തും മുസ്ലിം ഇസ്ലാമിക ചരിത്രവും സാക്ഷിയാണ്. ആ ബഹുമാനപ്പെട്ട ഷാരിഹി നവ്വറല്ലാഹു മർഖദഹു തൻ്റെ കിതാബിൻ്റെ തുടക്കത്തിൽ ഒരു ബിസ്മി ചൊല്ലി. എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? നമ്മൾ പറയാറുണ്ട്, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഞാൻ എൻ്റെ ഏത് പ്രവർത്തനമാണോ സാഹചര്യത്തെ സാന്ദർഭികമായിട്ട് സങ്കല്പിക്കേണ്ടത് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വെക്കാറുള്ള അർത്ഥം അതാണ്. ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. പിന്നെ റഹ്മാനും, നമുക്കിങ്ങനെ ഒന്ന് അർത്ഥം വെച്ച് നോക്കാം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ എല്ലാ പേരുകളെ കൊണ്ടും ബറക്കത്തെടുത്തുകൊണ്ട്, എല്ലാ പേരുകളെ കൊണ്ടും ബറക്കത്തെടുത്ത് സഹായം ചോദിച്ച് ഉദ്ദേശ്യ സഫലീകരണം ലക്ഷ്യം വെച്ച് ഞാൻ എൻ്റെ ഈ കിതാബിനെ, ഷർഹുൽ അഖായിദ് എന്ന കിതാബിനെ പാരായണം ചെയ്യാനും പഠിക്കാനും തഅലീം ചെയ്യാനും തുടങ്ങുന്നു എന്ന് നമ്മൾ അർത്ഥം വെക്കുക. അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാഉകളെ കൊണ്ടും സിഫാത്തുകളെ കൊണ്ടും തബറുക്കെടുത്തിട്ട് ഇസ്തിആനത്ത് ചെയ്ത് ഞാൻ ഈ കിതാബിനെ തുടങ്ങുന്നു എന്ന് നമുക്ക് അർത്ഥം വെക്കാം. മുസ്തഈനൻ ബി ഔ മുതബർരികൻ വ മുതയമ്മിനൻ ബില്ലാഹി തആല ഇഖ്തിദാഅൻ ബി കിതാബില്ലാഹിൽ അസീസ് വ അമലൻ ബി മൂജബിൽ ഹദീസ്. എന്താണ് ഹദീസിൽ എന്താ വന്നിട്ടുള്ളത്? കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ലം യുബ്ദഉ എന്നുണ്ട്, ലാ യുബ്ദഉ എന്നുണ്ട്. ഫീഹി ബി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും ഖലീലുൽ ബറക്കത്താണ്. അതുപോലെ തന്നെ മഖ്തൂഉ ദനബാണ്, വാല് മുറിക്കപ്പെട്ടതാണ്, ബറക്കത്ത് കുറഞ്ഞതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ബിസ്മി എന്നുള്ളത് നമ്മളുടെ മുസ്ലിമീങ്ങളുടെ ഏത് നല്ല പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിലും നാം ഉൾക്കൊള്ളിക്കേണ്ട വിഷയമാണ്. അതില്ലെങ്കിൽ അതിനനുസരിച്ച് ബറക്കത്ത് കുറയുന്നതാണ്. അത് ആട്ടെ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, അതുകൊണ്ടാണ് ബിസ്മിയെ എല്ലാ ആളുകളും, എല്ലാ മുസന്നിഫീങ്ങളും മുസ്ലിമീങ്ങളായ ആളുകളുമൊക്കെ പതിവാക്കിയത്. അപ്പോൾ റഹ്മാൻ റഹീം, റഹ്മാൻ റഹീം. അപ്പോൾ ഇസ്മ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്മ സുമുവിൽ നിന്ന് എടുത്തതാണ്. സുമുവിൻ്റെ അർത്ഥം ഇരിഫഅത്ത്, ഉയർച്ച എന്നാണ്. ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയുടെ മേലിലും വളർച്ചയുടെ മേലിലും അയാളുടെ വിലാസത്തിൻ്റെ മേലും അറിയിക്കുന്നതാണ് ഏതൊരാളുടെയും ഇസ്മ. അതുകൊണ്ട് ഇസ്മിന് സുമുവ് എന്നാണ് മാന. ബാ ജാറാണ്. ബിസ്മില്ലാഹി, അള്ളാഹു എന്നുള്ളത് അലമുൻ ലിദാത്തി അൽ വാജിബിൽ വുജൂദി, അല്ലേ? ഉണ്ടാകൽ അനിവാര്യമായ ഒരു സത്തയുടെ നാമമാണ് അള്ളാഹു എന്നുള്ളത്. അതും നമുക്കറിയാം, ബിസ്മില്ലാഹി. ഇനി റഹ്മാൻ റഹീം എന്നുള്ളതിനെ കുറിച്ച് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കാം. റഹ്മാൻ റഹീം എന്നുള്ളത് റഹ്മത്തിൽ നിന്ന് ഇഷ്തിഖാക്ക് ചെയ്യപ്പെട്ട, പിടിച്ചെടുക്കപ്പെട്ട രണ്ട് സിഫത്തുകളാണ്. അപ്പോൾ അതോടുകൂടെ റഹ്മാൻ റഹീം മുബാലഗയുടെ സീഗയാണ്, അഥവാ അർത്ഥവ്യാപ്തിയും അർത്ഥഗാംഭീര്യവുമുള്ള ഒരു വസ്നാണ് റഹ്മാൻ. ഫഅലാൻ വസ്നും റഹീം ഫഈൽ വസ്നും. അതൊക്കെ അൽഫിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. മുബാലഗയുടെ സീഗയാണ് എന്നുള്ളത്. അപ്പോൾ റഹീം എന്നുള്ളതിൽ ആ ലഫ്ദിൽ തന്നെ മുബാലഗ ഉണ്ട് എന്നാണ്. അതുപോലെ ഫഅലാന് ഫഈൽ, ഈ രണ്ട് വസ്നുകളാണല്ലോ നമ്മൾ. ഈ രണ്ടിൻ്റെയും വസ്നുകൾ, റഹ്മാൻ റഹീമിൻ്റെ രണ്ട് വസ്നുകൾ അതാണ്. അപ്പോൾ അത് മുബാലഗയുടെ സീഗയാണ്. അപ്പോൾ അങ്ങേയറ്റം കരുണ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നാമം. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് റഹ്മാൻ റഹീമി എന്നുള്ള ഈ രണ്ട് സിഫത്തുകളെ ഇഖ്തിയാർ ചെയ്യുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത് ബിസ്മിയിൽ. ആ റഹ്മാൻ റഹീം അടുത്ത പ്രാവശ്യം നിങ്ങൾക്കൊരു ചിന്താവിഷയമാക്കാൻ ഞാൻ പറയുകയാണ്. അള്ളാഹുവിന് 99 അസ്മാകൾ ഹദീസിൽ തന്നെ വന്ന അസ്മാകളുണ്ട്, വരാത്ത അസ്മാകൾ വേറെയുണ്ട്. അപ്പോൾ സ്വഹീഹായ ഹദീസിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം ലഭിക്കുമെന്ന് പറഞ്ഞ 99 നാമങ്ങൾ, മറ്റുള്ള നാമങ്ങൾ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഈ പ്രത്യേക ആനുകൂല്യമുള്ള ആ നാമങ്ങൾ 99 ഉള്ളൂ. അല്ലാതെ കണ്ട് അള്ളാഹുവിന് ഒട്ടാകെ 99 പേര് മാത്രമൊന്നുമല്ല.
ഹദീസിൽ വന്ന ഖുസൂസിയത്തോടു കൂടിയുള്ള അസ്മാഉകൾ 99 മാത്രമേ അതിനർത്ഥമുള്ളൂ. പിന്നെ എന്തായാലും ഈ 2 ഇസ്മുകളെ എന്തിനാണ് ഈ ബിസ്മിയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങളെ ചർച്ചാ വിഷയത്തിന് വേണ്ടി ഞാൻ വിട്ടുതരികയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ എവിടെയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് പറയാം. ബിസ്മിയുടെ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇനി ഹംദിലേക്ക് പ്രവേശിക്കാം. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അപ്പോൾ ഏത് കലാമിൻ്റെ തുടക്കത്തിലും ഹംദ് കൊണ്ടുവരിക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഇന് വേണ്ടിയാണ്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിഹംദില്ലാഹി ഫഹുവ അബ്തറു എന്ന് ബിസ്മിയെക്കുറിച്ച് പറഞ്ഞതുപോലത്തെ ഹദീസ് വേറെ ഹദീസും നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഹംദും തുടങ്ങുന്നത്. അപ്പോൾ രണ്ടും തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വന്ന ഹദീസുകളാണ്. രണ്ടും ഹംദ് കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു, ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും എന്താണ് തുടങ്ങണം എന്ന് പറഞ്ഞ നിർദ്ദേശമുള്ള വിഷയമാണ്. അതെങ്ങനെ അപ്പോൾ 2 കാര്യങ്ങളെ കൊണ്ട് തുടങ്ങുക? ഒരു കാര്യങ്ങളെ ഒന്നുകൊണ്ട് തുടങ്ങിയാൽ പിന്നെ മറ്റേത് കൊണ്ട് തുടങ്ങാൻ കഴിയില്ലല്ലോ. കാരക്കയും വെള്ളവും ജമ്മ് ചെയ്തിട്ട് ചില ആൾ നോമ്പ് തുറക്കലുണ്ട്. അത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ അത് ബാത്തിലാണ്. എന്തുകൊണ്ടാണ്? കാരക്ക കൊണ്ട് തുറന്നാൽ വെള്ളം കൊണ്ട് തുറക്കാൻ കഴിയില്ല, വെള്ളം കൊണ്ട് തുറന്നാൽ കാരക്ക കൊണ്ട് തുറക്കാൻ കഴിയില്ല. പിന്നെ തഹ്സീലുൽ ഹാസിൽ മൊഹാലാണ്, മരിച്ചാളെ പിന്നെയും മരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എന്താണ്, ചില ആളുകൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നിടത്ത് വെള്ളം നിറച്ച് വെക്കലുണ്ട്, ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വെക്കലുണ്ട്. അത് കുടിച്ചിട്ടില്ലെങ്കിൽ 2ാം നമ്പറായി കണക്കാക്കപ്പെടുന്ന സാമൂഹിക പശ്ചാത്തലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദുമാർ നാണിച്ചു പോകും. കാരക്ക കൊണ്ട് നോമ്പ് തുറന്നാൽ പിന്നെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്താവും? വെള്ളം വേണ്ട എന്ന് പറയുന്നത് നമുക്ക് നാണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം, അതിൻ്റെ സിറ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇല്ലല്ലോ. ഒന്നുകൊണ്ട് നമ്മൾ അങ്ങനെ വെള്ളം കൊണ്ട് ഒന്നില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് തുറക്കുക എന്നല്ലാതെ കണ്ട്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു വരുന്നത്, ഉസ്താദുമാരോട് പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ. കാരക്ക ഇല്ലെങ്കിൽ വെള്ളമൊന്നല്ലാതെ കണ്ട് 2 ജമ്മ് ചെയ്യൽ സുന്നത്ത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നില്ല. ജമ്മ് ചെയ്യുന്ന അങ്ങനെ അതുകൊണ്ട് ഒന്നുകൊണ്ട് മുറിച്ചാൽ മറ്റേനെ കൊണ്ട് മുറിക്കാനും കഴിയില്ല. അതുപോലെ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ഹംദ് കൊണ്ട് തുടങ്ങാൻ കഴിയില്ല, ഹംദ് കൊണ്ട് തുടങ്ങിയാൽ ബിസ്മി കൊണ്ട് തുടങ്ങാൻ കഴിയില്ല. അപ്പോൾ അതിന് എന്താണ്? അപ്പോൾ നമുക്കാണെങ്കിലോ ഈ 2 വിഷയവും ഹദീസിൽ വന്നിട്ടുണ്ട്. അത് 2നെ എങ്ങനെയാണ് ജമ്മ് ചെയ്തിരിക്കുന്നത്? ഷറഹുൽ തഹ്ദീബിൻ്റെ തുടക്കത്തിൽ, തഹ്ദീബിൻ്റെ തുടക്കത്തിൽ, തഹ്ദീബ് ആനടുത്ത സായിദുദ്ദീൻ തഫ്താസാനിൻ്റെയാണ് തഹ്ദീബ്. അതിന് ഷറഹു തഹ്ദീബിൽ അബ്ദുല്ലാഹിൽ യസ്ദി എന്ന് പറയുന്ന മൂപ്പർ നല്ല വിശദീകരണം അതിൽ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നുള്ളത് അത് ഹഖീഖിയായ ഇബ്തിദാഇൻ്റെ മേലിലും, ഹംദ് കൊണ്ട് തുടങ്ങണം എന്നുള്ളത് ഇലാഫിയായ തുടക്കത്തിൻ്റെ മേലിലും ഹംലി ചെയ്യണം. അഥവാ ശരിക്ക് തുടങ്ങേണ്ടത് എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ട്. അതിനെന്താ തെളിവ്? അത് അല്ലാഹു തആല ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ എന്തായി? അവിടെ ഹഖീഖിയായ തുടക്കമാണ് ബിസ്മി. അപ്പോൾ മറ്റേ തുടക്കമോ ഹംദ് കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞ തുടക്കം എന്തിൻ്റെ മേൽ ഹംലി ചെയ്യണം? ഇലാഫിയായ ഇബ്തിദാഇൻ്റെ മേൽ ഹംലി ചെയ്യണം. എന്താ ഇലാഫിയായ ഇബ്തിദാ എന്ന് പറഞ്ഞാൽ? ആപേക്ഷികമായി അതിന് ശേഷം വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് തുടക്കം എന്നാണ്. അല്ലാണ്ട് ബിസ്മിയിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് 2ാം നമ്പർ ആണെങ്കിലും ഹംദിന് ശേഷം വരാൻ പോകുന്ന പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് ഹംദ് എന്തായി വന്നിട്ടുണ്ട്? തുടക്കത്തിലായി വന്നിട്ടുണ്ട്. അതിനാണ് ഇലാഫിയായ തുടക്കം എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഈ വിഷയം വ്യക്തമാക്കി തരും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, സകല സ്തുതിയും അള്ളാഹുവിനാണ്, എല്ലാ ഹംദും. അപ്പോൾ അലിഫ്ലാമ്, ഈ അലിഫ്ലാമിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ധാരാളം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അൽഫിയയിൽ അലിഫ്ലാമിൻ്റെ ബാബു താരീഫിൻ്റെ ബാബിൽ ഒന്നാമത്തത് കൊടുക്കുന്നത് അലിഫ്ലാമാണല്ലോ അല്ലേ. അൽ ഹർഫു താരീഫിൻ അവില്ലാമു ഫഖദ്, അൽ ഹർഫു താരീഫിൻ അവില്ലാമു ഫഖത്ത്. അല്ല് താരീഫിൻ്റെ ഹർഫാണ്. അവില്ലാമു അല്ലെങ്കിൽ ലാമു മാത്രമേ താരീഫിൻ്റെ ഹർഫുള്ളൂ. അത് നുഹാത്തിൻ്റെ ഇടയിൽ ഇഖ്തിലാഫുള്ള വിഷയമാണ്. അത് ചർച്ചയിലേക്ക് കൂടുതൽ കടക്കണ്ട. ഏതായാലും അലിഫ്ലാം എന്നുള്ളത് താരീഫിനുള്ളതാണ്. താരീഫിൻ്റെ അലിഫ്ലാമ് തന്നെ പല ജാതി അലിഫ്ലാമുണ്ട്. അതിൽ പെട്ട ഒരു അലിഫ്ലാമാണ് ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാം. ഇസ്തിഗ്റാഖ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാറ്റിനെയും ആമാക്കുക, ഉൾക്കൊള്ളിക്കുക എന്നാണ്. ഇസ്തിഗ്റാഖ് 2 സിഫത്തുണ്ട്, 2 രീതിയിലുണ്ട്. ഇസ്തിഗ്റാഖുൽ അഫ്രാദുണ്ട്, ഇസ്തിഗ്റാഖു സിഫാത്തുണ്ട്. ഇസ്തിഗ്റാഖുൽ അഫ്രാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് അർറജുൽ എന്ന് പറഞ്ഞാൽ ഓരോ റജുലും, പുരുഷൻ എന്ന് പറയാൻ പറ്റുന്ന ഓരോ ആളും എന്നാണ്. ഇസ്തിഗ്റാഖു സിഫാത്താകുമ്പോൾ അർറജുൽ എന്ന് പറഞ്ഞാൽ എല്ലാ ആളും എന്നല്ല മറിച്ച് പുരുഷൻ്റെ പൗരുഷം ഉൾക്കൊള്ളുന്ന വ്യക്തി,
പുരുഷന് ഉണ്ടാകേണ്ട എല്ലാ നല്ല ഗുണങ്ങളും സമ്മേളിച്ച വ്യക്തി. അപ്പോൾ ഈ സിഫത്തുകളെയെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു അലിഫ് ലാം. അതാണ് ഹദാഹുവൽ ഖലം. ഹദാഹുവൽ ഖലം എന്ന് പറഞ്ഞ അതിലെ അലിഫ് ലാം എന്താണ്? ഇസ്തിഗ്റാഖു സിഫാത്തിൻ്റെ അലിഫ് ലാമ. അപ്പോൾ നമുക്ക് നല്ലൊരു പേന കിട്ടി. ഞാൻ പറയുന്നു ഹാദാഹുവൽ ഖലമു, പേനയ്ക്കുണ്ടാകേണ്ട എല്ലാ സദ്ഗുണങ്ങളും സമ്മേളിച്ച ഒരു പേനയാണ് ഇത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു അലിഫ് ലാമുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഇസ്തിഗ്റാഖു സിഫാത്തിൻ്റെ അലിഫ് ലാം എന്നാണ് അതിന് പറയുക. ഇനി ഇസ്തിഗ്റാഖുൽ, അപ്പോൾ ഇവിടെയുള്ള അലിഫ് ലാം ഏതാ? അൽഹംദുലില്ലാ ഇസ്തിഗ്റാഖുൽ അഫ്റാദാണ്. അഥവാ ഹംദിനിക്ക് എന്തൊക്കെ ഫർദുകളുണ്ടോ ആ ഫർദുകളെ മുഴുവനും ഉൾക്കൊള്ളിക്കാൻ, അപ്പോൾ എല്ലാ വിധേനയുമുള്ള ഹംദുകളുമാകുന്നത് എന്നായി അർത്ഥം. അൽഹംദു ലില്ലാഹി, അള്ളാഹുവിനാണ്. അപ്പോൾ എല്ലാ ഹംദുകളും അള്ളാഹുവിനുള്ളതാണ് എന്നാണ് അതിൻ്റെ. അപ്പോൾ കുല്ലുൽ ഹംദി ലഹു തആല ലാ യുശാരികുഹു ഫീഹി അലൽ ഹഖീഖത്തി സിവാഹു, എല്ലാ ഹംദും അള്ളാഹുവിനുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഹംദിനോട്, ഒരു വിധേനയുള്ള ഹംദിനോടും ഒരാളും കൂറാവുകയില്ല. അപ്പോൾ എനിക്കൊരാൾ 5000 ഉറുപ്പിക തന്നാൽ ഞാൻ അയാളെ പ്രശംസിക്കുന്നു. അത് എന്താണ്? ഹിസ്സിൽ ആ വ്യക്തിയെ, ആ ദാതാവിനെ എന്താ സ്തുതിക്കുന്നതാണെങ്കിലും ഹഖീഖത്തിൽ ആരാണ് അവിടെയും മംദൂഹാകുന്നത്? അത് അള്ളാഹു തന്നെയാണ്. ഹഖീഖത്തിലുള്ള മംദൂഹ് അള്ളാഹു തന്നെയാണ്. അപ്പോൾ ആര് എങ്ങനെ ഹംദ് ചെയ്താലും, അപ്പോൾ എങ്ങനെ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. അൻവാഉൽ ഹംദ് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ഒരു ഹംദ് പറഞ്ഞാട്ടെ, മനസ്സിലാവും. പെട്ടെന്ന് തബാദുറാത്തുന്നുണ്ടാകും, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഒന്ന് ഖാലിക്കിനെ ഹംദ് ചെയ്യാറുണ്ട്, അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നു. ഒന്ന്. മറ്റൊന്ന് ഖാലിക്ക് മഖ്ലൂക്കിനെ ഹംദ് ചെയ്യുന്നു. പല സ്ഥലത്തും അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു തആല ഹംദ് ചെയ്തിട്ടുണ്ട്, അയ്യൂബ് നബിനെ ഹംദ് ചെയ്തിട്ടുണ്ട്, മറിയം ബീവിയെ ഹംദ് ചെയ്തിട്ടുണ്ട്. അത് ഖാലിക്ക് മഖ്ലൂക്കിനെ ഹംദ് ചെയ്യല. ഇനി സാധാരണയുള്ള ഹംദ് ഏതാണ്? മഖ്ലൂക്കായ ഞങ്ങൾ അള്ളാഹുവിനെ ഹംദ് ചെയ്യുക. മലായിക്കത്താവട്ടെ, ഞങ്ങളാവട്ടെ, ജിന്നാവട്ടെ, അള്ളാഹുവിനെ അങ്ങോട്ടേക്ക് ഹംദ് ചെയ്യുന്നു. അപ്പോൾ എന്താ? ഇത്രയായി, 3 സൈസായി. ഇനി ഖൽക്കിനെ ഹംദ് ചെയ്യുക, അതും സാധാരണ ഉണ്ടാകുന്നതാണ്. മനുഷ്യന്മാരെ പുകഴ്ത്തൽ, അത് സാധാരണ. അപ്പോൾ ഇത്രയും 4 വിധേനയെ ചുരുക്കി പറഞ്ഞാൽ അല്ലേ, ഒരു പ്രഥമമായിട്ട് 4 രീതിയിലുള്ള ഹംദുണ്ട്. ഒന്ന് പറയാം. ഖാലിക്കിനെ, ഖാലിക്ക് മഖ്ലൂക്കിനെ, പിന്നെ ഖൽക്കിനെ, ഇങ്ങനെ 4 രീതിയിലുള്ള ഹംദുണ്ട്. ഈ വിധത്തിലുള്ള എല്ലാ ഹംദുകളും ലില്ലാഹി തആല അഥവാ സാബിത്തുൽ ലില്ലാഹി തആല, അള്ളാഹുവിന് സുബൂത്തായ കാര്യമാണ്. അൽഹംദുലില്ലാ, സകല സ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? അൽ മുത്തവഹിദി ബിജലാലി സിഫാത്തിഹി, ബിജലാലി ദാത്തിഹി വ കമാലി സിഫാത്തിഹി. അപ്പോൾ ജലാലു ദാത്ത് എന്ന് പറഞ്ഞാൽ അത് ദാത്തുൽ ജലീൽ എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ ദാത്ത്, അല്ലെങ്കിൽ ദാത്തിൻ്റെ മഹത്വം. അതുപോലെ സിഫത്തിൻ്റെ പരിപൂർണത, അല്ലെങ്കിൽ കാമിലായ സിഫത്ത്, അതുകൊണ്ട് മുത്തവഹിദായ അള്ളാഹു, വാഹിദായ അള്ളാഹു എന്ന് അവനോടുകൂടെ ശരീക്കില്ല. സിഫത്തിൻ്റെ കമാലിയത്തിലും ദാത്തിൻ്റെ ജലാലിയത്തിലും അള്ളാഹുവിനോട് കൂറാകാൻ ആരുമില്ല. അപ്പോൾ അള്ളാഹു ആരാണ്? വാഹിദാണ്. സിഫത്ത് കൊണ്ടും വാഹിദാണ്, ദാത്ത് കൊണ്ടും വാഹിദാണ്. അതാണല്ലോ തൗഹീദിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, അല്ലേ? അതാണ് തൗഹീദിൽ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അള്ളാഹുവിൻ്റെ ദാത്തും വാഹിദാണ്, സിഫത്തും വാഹിദാണ്, പിന്നെ മുത്തവഹിദാണ്. ആരും അതിനോട് കൂറാവുകയില്ല എന്ന്. ബി ജലാലി ദാത്തിഹി വ കമാലി സിഫാത്തിഹി. ജലാൽ എന്നുള്ളത് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അത് മസ്തറാണ്. അതിൻ്റെ മസ്തർ ഹക്കീക്കിയായ മായനക്ക് തന്നെ ജലാൽ എന്ന് പറയുമ്പോൾ മഹത്വം എന്ന അർത്ഥമാകാം. അപ്പോൾ ഈ ജലാൽ എന്നുള്ളതിനെ ദാത്തിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ ലാമിൻ്റെ മായനയാണ് കൊടുക്കുക. അപ്പോൾ ഇലാഫത്തിനിക്ക് 3 മായനകളാണ് ഉണ്ടാകുക. ഒന്ന് ലാമിൻ്റെ മായന, മറ്റൊന്ന് മിന്നിൻ്റെ മായന, വേറൊന്ന് ഫീൻ്റെ മായന. ഇലാഫത്തിന് 3 മായനകളുണ്ട്, അല്ലേ? വസാനി യജ്റുർ വൻവി മിൻ ഔ ഫീ ഇദ ലം യസ്ലഹില്ല ദാക വല്ലാ മാഖുദാ. വസാനിയ മുദാഫുൻ ഇലൈക്ക് യുജ്റുർ നീ ജർ ചെയ്തോ, വൻവി നീ കരുതിക്കോ. എന്തെന്ന്? മിന്നിൻ്റെ അർത്ഥത്തെ. വൻവി മിൻ, വസാനി യജ്റുർ വൻവി മിൻ ഔ ഫീ, അല്ലെങ്കിൽ ഫീൻ്റെ മാനാനെ. അതുപോലെ തൊട്ടി ശേഷം വരുന്നുണ്ട് മിന്നിൻ്റെ മാനാനെയും കരുതിക്കോ എന്ന്. ലാമിൻ്റെ മാനയും വസാനി യജ്റുർ വൻവി മിൻ ഔ വൻവി മിൻ
ഔ ഫി ഇദാ ലം യസ്ലഹി ഇല്ലാ ദാക വല്ലാമ ഹുദ ലാമിൻ്റെ മാന കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ ലാമിൻ്റെ മാനയാണ് എന്തിനുള്ളത്? ബി ജലാലി ദാത്തി. അപ്പോൾ ഇങ്ങനെ ബി ജലാലിൻ ലി ദാത്തിഹി തആല എന്നാണ് മാന. ബി ജലാലി ദാത്തിഹിൻ്റെ മാന എന്താണ്? ബി ജലാലിൻ ലി ദാത്തിഹി. അപ്പോൾ ഇലാഫത്തിനിക്ക് ലാമിൻ്റെ മാനയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇസ്മു ഫായിലിൻ്റെ മാനിയുമാകാം. അപ്പോൾ ഏതാ ഇലാഫത്ത്? സിഫത്തിനെ മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബി ദാത്തിൽ ജലീലത്തി എന്നായിരിക്കും മാന. ജലാലിന് ജലീലിൻ്റെ മാന കൊടുക്കുമ്പോൾ ഇസ്മു ഫായിലിൻ്റെ മാനയായി, അതോടുകൂടെ തന്നെ സിഫത്തിനെ മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്യലുമായി. അപ്പോൾ എന്താ മാന? ബി ദാത്തിൽ ജലീലത്തി, അള്ളാഹുവിൻ്റെ ജലീലായ ദാത്ത് കൊണ്ട് അവൻ മുത്തവഹിദായിരിക്കുന്നു, വാഹിദായിരിക്കുന്നു. അതുപോലെ തന്നെ കമാലിനും മാന വെച്ച് കൊടുക്കുക. ആ ചർച്ച നമുക്ക് അവിടെ ഇപ്പം നിർത്താം. ഇനി അൽ മുത്തഖദ്ദിസി ഫീ നുഊത്തിൽ ജബറൂത്തി. അൽ മുത്തഖദ്ദിസി അള്ളാഹു ആരാണ്? വിശുദ്ധനാണ്. ഇത് മുത്തഖദ്ദിസ് എന്നുള്ളത് ഖദാസത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഖദാസത്ത് ഏതുപോലെ മുത്തവഹീദ് വഹദാനിയത്തിൽ നിന്ന് പിടിച്ചെടുത്തതുപോലെ മുത്തഖദ്ദിസ് ഖദാസത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. എന്താ ഖദാസത്ത്? ഖദാസത്ത് എന്ന് പറഞ്ഞാൽ നസാഹത്ത്, നസാഹത്ത് എന്ന് പറഞ്ഞാൽ ത്വഹാറത്ത്, ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ നദാഫത്ത്. അപ്പോൾ എന്താ അതിൻ്റെ മാന? വിശുദ്ധി എന്നർത്ഥം. വിശുദ്ധി, പരിശുദ്ധി. അപ്പോൾ അൽ മുത്തഖദ്ദിസി അള്ളാഹു ആരാണ്? മുത്തഖദ്ദിസാണ്. എല്ലാ വിധേനയുമുള്ള അഭംഗികളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും അവൻ ആരാണ്? മുക്തനും സമ്പൂർണനുമാണ്. അതിൽ നിന്ന് മുക്തനാണ്. അതിൻ്റെ ലിദ്ദുകളിൽ കൊണ്ട് അള്ളാഹു ആരാണ്? സമ്പൂർണനുമാണ് എന്നാണ്. അപ്പം മുത്തഖദ്ദിസായ അള്ളാഹു ഫീ നുഊത്തിൽ ജബറൂത്ത്. നുഊത്തി എന്ന് പറഞ്ഞാൽ സിഫാത്ത്, ഗുണങ്ങൾ എന്നാണ്. എങ്ങനത്തെ ഗുണങ്ങളാണ്? അൽ ജബറൂത്തി, ജബറൂത്തിൻ്റെ ഗുണങ്ങൾ. ജബർ എന്നുള്ളതിൽ നിന്നുള്ളതാണ് ജബറൂത്ത്. ജബറൂത്ത് എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും അവിടെ പിന്നെ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ നിരുപാധികം ഭരിക്കാൻ കഴിവുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, ജബറൂത്തിൻ്റെ അർത്ഥം. എതിരില്ലാതെ ഭരിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു തആല. ആർക്കും എതിർക്കാൻ കഴിയില്ല. അത്രയും ജബർ ചെയ്യാൻ കഴിയും. ജബർ എന്ന് പറഞ്ഞാൽ ഖഹ്ർ എന്നാണ് മാന, അടക്കി ഭരിക്കുക. അപ്പം ജബറൂത്തിൻ്റെ സിഫത്തുകളിൽ വിശുദ്ധനാണ്. എന്തിനെ തൊട്ട് പരിശുദ്ധനാണ്? അൻ ശവായിബിൻ നഖ്സി, വീഴ്ചയുടെ കലർപ്പുകളിൽ നിന്ന്. ഷായിബത്തിൻ്റെ ബഹുവചനമാണ് ഷവായിബ്. നഖ്സ് എന്ന് പറഞ്ഞാൽ വീഴ്ച, പോരായ്മ, അപൂർണത എന്നാണ്. അതിൻ്റെ കലർപ്പുകളിൽ നിന്ന് അവൻ വിശുദ്ധി നേടിയവനാണ്. സിമാത്തിഹി, സിമാത്ത് എന്ന് പറഞ്ഞാൽ സിമത്തിൻ്റെ ബഹുവചനമാണ് സിമാത്ത്. അലാമത്ത്, അലാമാത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹി എന്ന് പറയുന്നത് നഖ്സിലേക്കാണ് പോകുന്നത്. നഖ്സിൻ്റെ അടയാളങ്ങളിൽ നിന്നും അവൻ വിശുദ്ധനാണ്. നഖ്സിൻ്റെ അടയാളങ്ങൾ, നഖ്സിൻ്റെ കലർപ്പുകൾ, അപ്പോൾ അതിൽ നിന്ന് വിശുദ്ധനാണ്. അപ്പോൾ ഇതാണ് ഇതുവരെ ഹംദാണ് പറഞ്ഞത്. ഇനി വസ്സലാത്തു, സ്വലാത്തിലേക്ക് കിടക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവ്വലൻ വബിദ്ദാത്തായിട്ട്, എന്താ പറയുക, അവ്വലൻ വബിദ്ദാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പ്രാഥമികമായിട്ട് ഹംദ് ചെയ്യപ്പെടാൻ, പ്രശംസിക്കപ്പെടാൻ അർഹനാണ് അല്ലാഹു തആല. അഥവാ ഒരു ഖൽക്കിനെ സംബന്ധിച്ചിടത്തോളം ബി മഅനൽ കലിമ മിആ ബിൽ മിആ, 100% ബാധ്യത അള്ളാഹുവിനോടാണ്. അതിനുശേഷം ആ അള്ളാഹുവിലേക്ക് വഴികാട്ടിയായ ദാഇയും വസീലയും ഹാദിയുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് പിന്നീട് ഞങ്ങൾക്ക് ഹുഖൂക്കുകളുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഹംദ് ചെയ്ത ഉടനെ രണ്ടാമത് നബിതങ്ങളിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ തിരിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഹംദിന് ശേഷം സ്വലാത്ത് ചെല്ലുന്നത്. വസ്സലാത്തു അലാ നബിയിഹി മുഹമ്മദിൻ. വസ്സലാത്തു, സ്വലാത്താകുന്ന സ്വലാത്ത് എന്ന് പറഞ്ഞാൽ കരുണ എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ കരുണയാകുന്നത് അസ്സലാത്തു എന്നുള്ളതിൽ അലിഫ്ലാം മുദാഫുൻ ഇലൈഹിനെ തൊട്ട് പകരമാണ്. അപ്പോൾ എന്താ മാന? സ്വലാത്തുല്ലാഹി. അതിനെ ഷോർട്ടാക്കിയിട്ടാണ് അസ്വലാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അലിഫ്ലാമിൻ്റെ മാന അള്ളാഹു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അസ്വലാത്തിന് മാന? സ്വലാത്തുല്ലാഹി എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വലാത്താകുന്നത് എന്നായി മാന. അലാ നബിയിഹി, ആ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേലുണ്ടാകട്ടെ. അപ്പോൾ നോക്കിയ അലാ നബിഹി എന്നുള്ള ആ ഹി എന്നുള്ള ദമീർ എടുത്തൊക്കെ പോന്ന്. ശരിക്കും ഹി എന്നുള്ള ദമീർ പോകാനിടെ സ്വലാത്തിന് തുടങ്ങിയാണ് ഏടിയും കാണാനൊന്നും കഴിയില്ല. അപ്പോൾ അസ്വലാത്തിൽ ആരുണ്ട്? സ്വലാത്തുല്ലാഹി എന്നാണ് അതിൻ്റെ മാന. അപ്പോൾ അലാ നബിഹിൻ്റെ മാന ദമീർ എടുത്തൊക്കെ പോകുന്നത് നമുക്ക് അസ്വലാത്തു എന്നുള്ള അലിഫ്ലാമിലേക്ക് മടക്കിക്കൂടെ? അലിഫ്ലാം അറിയിക്കുന്ന ഒരർത്ഥത്തിലേക്ക് മടക്കാലോ. അലാ നബിഹി മുഹമ്മദിൻ, ആരുടെ മേലാണ്? പിന്നെ നബിയായ മുഹമ്മദ് നബിയുടെ മേലാണ്. അപ്പോൾ നബിയിൽ നിന്ന് ബദലാണ് മുഹമ്മദ് എന്നുള്ളത്. അത്തുഫ് ബയാനാക്ക.
അത്തുഫ് ബയാനും ബദലും ഒരേ അർത്ഥത്തിലാണെങ്കിലും സാങ്കേതികമായി ചില മാറ്റങ്ങൾ അവിടെ അത്തുഫ് ബയാനിലുണ്ട്. അഥവാ പിന്നെ ബദലിനും അത്തുഫ് ബയാനിലും ഉണ്ട്. ബദലാവുമ്പോൾ ആമിലിനെ ആവർത്തിച്ചതിൻ്റെ സ്ഥാനത്താണ്. അത്തുഫ് ബയാനാവുമ്പോൾ ആമിലിനെ ആവർത്തിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. എന്തോ ആട്ടെ, നബി എന്നുള്ളത് ആമായ ഒരു ഇസ്മാണ്, എല്ലാവരെയും ഉൾക്കൊള്ളിക്കും. അള്ളാഹുവിൻ്റെ നബി എന്ന് പറയുമ്പോൾ 1,00,000 ചില്ലാനും പ്രവാചകന്മാരുണ്ടെങ്കിൽ എല്ലാവരെയും ഷാമിലാക്കുന്ന ആമാക്കുന്ന ഒരു ലഫ്ലാണ് നബി. അതുകൊണ്ട് തന്നെ ഒരു അത്ഫ് ബയാൻ കൊണ്ടുവരുമ്പോൾ മാത്രമേ നബി കൊണ്ടുള്ളതായ മുറാദ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത്ഫ് ബയാനും ബദലും വരുന്നത് എന്തിനാണ്? മുബദൽ മിൻഹുവിനെ ഈലാഹ് ചെയ്യാനും ബയാൻ ചെയ്യാനും ഒന്ന് ഇഫ്സാഹ് ചെയ്യാനുമാണ്, വിശദീകരിക്കാനാണ് അത്ഫ് ബയാനും ബദലും. അപ്പോൾ ഇവിടെ അലാ നബി എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കാനാണ് എന്തിനെ കൊണ്ടുവന്നത്? മുഹമ്മദിനെ കൊണ്ടുവന്നത്. എങ്ങനത്തെ മുഹമ്മദാണ്? അസ്വലാത്തു എന്നുള്ളതിലുള്ള അലിഫ്ലാം പിന്നെ അള്ളാഹുവിൻ്റെ സ്വലാത്ത് ആകുന്നത് എന്നുള്ള അർത്ഥത്തിന് അത് ജിൻസ് പിന്നെ ഹക്കീക്കത്തിൻ്റെ അലിഫ്ലാമാക്കാം. സ്വലാത്ത് എന്ന് ഉള്ളത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, സ്വലാത്ത് എന്ന് പറയുന്ന മാദ്ദ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ മാദ്ദയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വലാത്തുല്ലാഹി ആകുമ്പോൾ എന്താണ്? റഹ്മത്തുല്ലാഹി എന്നാണ് വായന. സ്വലാത്തുല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണ എന്നാണ് വായന. സ്വലാത്തുൽ മലായിക്കത്ത് എന്ന് പറയുമ്പോൾ ഇസ്തിഗ്ഫാറുഹും ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക എന്നർത്ഥം. സ്വലാത്തുൽ ഇബാദ് ആകുമ്പോൾ എന്താണ്? ദുആ എന്ന വായന. അപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ മേൽ സ്വലാത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന്. എന്തിനാണ് ദുആ ചെയ്യുന്നത്? പിന്നെ ലിർ റഹ്മത്തിൽ മഖ്റൂനത്തി ബിത്തഅലീം, ആദരവിനോട് അന്വരിച്ചതായ അനുഗ്രഹം നബിതങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇബാദിൻ്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അത് ദുആ ആണ്. മലായിക്കത്തിൻ്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഇസ്തിഗ്ഫാർ എന്നാണ്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? പിന്നെ അനുഗ്രഹം ചെയ്യുക എന്നാണ് വായന. എന്തോ ആട്ടെ, ആ സ്വലാത്ത് അലാ നബീഹി മുഹമ്മദ്, തൻ്റെ നബിയായ മുഹമ്മദ് നബിയുടെ മേലുണ്ടാവട്ടെ. എങ്ങനത്തെ മുഹമ്മദ് നബിയാണ്? അൽ മുഅയ്യദി. അൽ മുഅയ്യദ്, അയ്യദയുടെ ഇസ്മു മഫൂലാണ് മുഅയ്യദ് എന്നുള്ളത്. മുഅയ്യദ് ശക്തമാക്കപ്പെട്ട, നബിതങ്ങളെ ശക്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് നബിതങ്ങളെ ശക്തമാക്കപ്പെട്ടത്? ബി സാത്തിഇ ഹുജജിഹി, സാത്തിയായ ഹുജജ്, സാത്തിഇ ഹുജജിഹി എന്ന്. ലാഹിർ, സാത്തിന് മാന ലാഹിർ എന്നാണ്. അപ്പോൾ ലാഹിറായ ഹുജ്ജത്തിൻ്റെ ബഹുവചനാണ് ഹുജജ്. ലാഹിറായ തെളിവുകളെ കൊണ്ട് നബിതങ്ങളെ ശക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വാദിഹി ബയ്യിനാത്തിഹി, ബയ്യിനാത്തും തെളിവുകൾ തന്നെ, വാദിഹും സാത്തി തന്നെ. അപ്പോൾ സാത്തിയുൽ ഹുജജി എന്ന് പറഞ്ഞാലും വാദിഹുൽ ബയ്യിനാത്ത് എന്ന് പറഞ്ഞാലും ഒരേ മാന. ലഫ്ദിൽ മാറ്റമുണ്ട്, പിന്നെ മഫ്ഹൂമിൽ മിസ്ദാഖിൽ ഒന്നാണ്, മഫ്ഹൂമിൽ മാറ്റം വരും. ബയ്യിനത്തിൻ്റെ ബഹുവചനമാണ് ബയ്യിനാത്ത്. ഫൈഅലത്താണ്, ബയാനിൽ നിന്നുള്ള ഫൈഅലത്ത് ബാബാണ് ബയ്യിനത്ത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തുണ്ടാകട്ടെ. ഇനി നബിതങ്ങൾക്ക് ശേഷം ആ നബിതങ്ങളുടെ അധ്യായങ്ങളും ജീവിതങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനോടും അവിടുത്തെ അഹ്ലു ബൈത്തിനോടും ബാധ്യതയുണ്ട്. വഅല ആലിഹി വ അസ്ഹാബിഹി, ഞങ്ങളുടെ ആല് അസ്ഹാബിൻ്റെ മേലും സ്വലാത്തുണ്ടാവട്ടെ. ആല് അസ്ഹാബ്, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആല് എന്ന് പറയുന്നത് ആരാണ്? മഹാന്മാരിൽ മാത്രമാണ് ആല് ഉപയോഗിക്കുക. ആ മഹാന്മാർ ദുന്യവിയായ മഹാനാവട്ടെ, ഉഖ്റവിയായ ആലു നബി, ആലു മൂസ. അപ്പോൾ ദുന്യവിയായ മഹാനുമാകാം ആലു ഫിർഔൻ. ഫിർഔൻ വലിയ നല്ല ആളായതുകൊണ്ടല്ല, പക്ഷെ പ്രമാണിമാരിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് ആലിനെ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പം എൻ്റെ ആലെന്ന് പറയില്ല, ഞാൻ എന്തേ പറയൂ? എൻ്റെ അഹ്ലിന്നേ പറയും. ഞങ്ങൾ അഹ്ലി ആണ്, ഞങ്ങൾ ആലെന്ന് പറയാറില്ല, സാങ്കേതികമായി പറയൂല. ആലിഹി വ അസ്ഹാബിഹി, ആരുടെ മേലുണ്ടാവട്ടെ? ഇപ്പം ഞങ്ങളുടെ അസ്ഹാബ് എന്നുള്ളത് സ്വഹബിൻ്റെ ബഹുവചനാണ്. സ്വഹബ് എന്നുള്ളത് സാഹിബിൻ്റെ ജംആണ്. സ്വഹിബ സുഹബത്തൻ, സഹവസിച്ചു, കൂടിച്ചേർന്നു, കൂട്ടുകൂടി എന്നൊക്കെയാണ് ഇതിൻ്റെ മാന. എങ്ങനത്തതായ ആല് അസ്ഹാബാണ്? ഹുദാത്തി ത്വരീഖിൽ ഹക്കി വ ഹുമാത്തിഹി. ആദ്യം ലഫ്ദ് ബയാൻ ചെയ്യും, നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ആദ്യം സർഫ് പറയും. ഹുദാത്ത് എന്നുള്ളത് ഹാദിയുടെ ബഹുവചനമാണ് ഹുദാത്ത്. അതുപോലെ ഹുമാത്ത് എന്നുള്ളത് ഹാമിയുടെ ബഹുവചനമാണ് ഹുമാത്ത്. ഫി നഹ്വി റാമിൻ ദുത്തിറാദിൻ ഫുഅല വശാഅ നഹ്വു കാമിലിൻ വോ കാമല എന്ന് കാണാം അൽഫിയയിൽ. ഫി നഹ്വി റാമിൻ, റാമി പോലോത്തതിൽ. ഫി നഹ്വി റാമിൻ ദുത്തിറാദിൻ ഫുഅല, ഫുഅലത്ത് വസ്ന് വളരെ വ്യാപകമാണ്. അപ്പം എങ്ങനെ? റാമി, റുമാത്ത്, ഹാദി, ഹുദാത്ത്, അത് ഫുഅലത്ത് വസ്ന. ഹാമി, ഹുമാത്ത്, ഖാദി, ആരും പറയുന്നില്ല. അല്ല, ഓഫാണല്ലോ അല്ലേ? ഖാദി,
ഖുലാത്ത് അല്ലേ, ഖുലാത്ത്. അപ്പോൾ ഇങ്ങനെ സാധാരണ ജമ്മു വരാറുണ്ട്. ആ ജമ്മാണ് ഇവിടെ ഹുദാത്ത് ഹുമാത്ത് എന്നുള്ളത്. അപ്പോൾ ഹാദി അതാ എന്താ നേർമാർഗം കാണിച്ചു തരുന്നതായ ആല അസ്ഹാബ് ഏത് മാർഗമാണ്? ത്വരീഖിൽ ഹക്കി, സത്യമാർഗത്തിലേക്ക് വഴി കാണിക്കുന്നവർ. വഹുമാതിഹി, ആ സത്യമാർഗത്തിൻ്റെ കാവൽഭടന്മാരുമാണ്, സംരക്ഷകരാണ്, അതിന് പ്രൊട്ടക്റ്റ് നൽകുന്നവരാണ് ഹുമാത്ത്. ഹമാ യഹ്മി ഹിമായത്തൻ ഫഹുവ ഹാമിൻ, ഹമാ യഹ്മി ഹിമായത്തൻ ഫഹുവ ഹാമിൻ. ആ ഹാമിയുടെ ബഹുവചനമാണ് ഹുമാത്ത് എന്നുള്ളത്, സംരക്ഷകർ എന്നുള്ളതാണ്. വബഅദു, ഇതിന് ശേഷം അപ്പോൾ ബിസ്മി ഹംദ് സ്വലാത്ത് സലാം സ്വലാത്തിന് ശേഷം ഇവിടെ സലാം ചൊല്ലിയിട്ടില്ല കേട്ടോ, അത് വേറെ വിഷയമാണ്. സലാം കാണുന്നില്ല. അപ്പോൾ സലാമും സ്വലാത്തിന് സലാമിൽ നിന്ന് പിന്നെ തജ്രീദ് ചെയ്യുന്നതിൻ്റെ ഹുക്കും എന്താണെന്ന് ഫിഖിഹിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഇൽമുൽ കലാമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫിഖിഹിയായിരിക്കുന്ന അഹ്കാമുകളിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ വേറെ സ്ഥലത്ത് ചർച്ച ചെയ്യാം. സ്വലാത്ത് മാത്രം ചെല്ലുക, സലാം ഇല്ലാണ്ട് അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓ ബഅദു, ഈ ഹംദലത്ത്, അത് ഹംദ് സ്വലാത്ത് എന്നിവയ്ക്ക് ശേഷം ഞാൻ പറയുന്നു എന്നാണ്. മഹ്മായക്കും മിൻ ഷൈഇൻ ബഅദു, വല്ലതും ഇനി പറയാനുണ്ടെങ്കിൽ ഞാനിതാ പറയാൻ പോകുന്നു. എന്താ പറയുന്നത്? ഫഇന്ന മബ്നാ ഇൽമി ശറാഇഇ വൽ അഹ്കാം വ അസാസ ഖവാഇദി, വായിക്കുന്നു ഒന്ന് നോക്കണേ. വ അസാസ ഖവാഇദി അഖായിദിൽ ഇസ്ലാം വ ഇൽമു തൗഹീദി വസിഫാത്തി അൽ മൗസൂമു ബിൽ കലാമി അൽ മുൻജി അൻ ഗയാഹി ബിശുകൂകി വ ദുലുമാത്തിൽ ഔഹാമി വ ഇന്നൽ മുഖ്തസറൽ മുസമ്മാ ബിൽ അഖായിദി ലിൽ ഇമാമിൽ ഹുമാം ഖുദ്വത്തി ഉലമാഇൽ ഇസ്ലാം നജ്മിൽ മില്ലത്തി വദ്ദീൻ ഉമർ അൻ-നസഫി അലല്ലാഹു ദറജതഹു ഫീ ദാരിസ് സലാം യശ്തമിലു മിൻ ഹാദൽ ഫന്നി അലാ ഗുററിൽ ഫറായിദി വ ദുററിൽ ഫറായിദി ഫീ ളിംനി ഫുസൂലിൻ ഹിയ ലിദ്ദീനി ഖവായിദുൻ വ ഉസൂൽ വ അസാസി നുസൂസിൻ ഹിയ ലിൽ യഖീനി ജവാഹിറുൻ വ നുസൂസ് ജവാഹിറുൻ വ ഫുസൂസ്. ഇൻഷാ അല്ലാഹ് നല്ല വിഷയങ്ങളാണ് പറയുന്നത്. ഫഇന്ന മബ്ന ഇൽമി ശറാഇഇ, ഇൽമു ശറാഇ ശരീഅത്തിൻ്റെ ബഹുവചനമാണ് ശറാഇ, ഹുക്കുമിൻ്റെ ബഹുവചനമാണ് അഹ്കാം, ഖായിദൻ്റെ ബഹുവചനമാണ് ഖവായിദ്, അഖീദയുടെ ബഹുവചനമാണ് അഖായിദ്. അതെല്ലാം മനസ്സിലായല്ലോ. ഇനി അതിനനുസരിച്ച് നമ്മൾ ചർച്ച പോകാനുള്ളത് അതാ. ഫഇന്ന മബ്ന ഇൽമി ശറാഇഇ, ശരീഅത്തിൻ്റെ അറിവുകൾ, അതിൻ്റെ മബ്നയാകുന്ന അടിസ്ഥാനമാകുന്നത് ശരീഅത്തിൻ്റെ തിരിഞ്ഞല്ലോ. ഷറാഇ എന്നുള്ളത് ശരീഅത്തിൻ്റെ ബഹുവചനം. എന്താ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ? മാ ശറഅ അല്ലാഹു തആല ലി ഇബാദിഹി മിനദ്ദീനി വഗൈരി ഫുറൂഇഹി. എന്താ അപ്പോൾ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മാ ശറഅ അല്ലാഹു ലി ഇബാദിഹി മിനദ്ദീനി വ ഫുറൂഇഹി, അല്ലാഹു തആല തൻ്റെ അടിമകൾക്ക് നിശ്ചയിച്ച നിയമമാക്കിയ ദീന് വഴിപ്പെടൽ, അതുപോലെ ഫുറൂഇ അതിൻ്റെ ശാഖാപരമായ കാര്യങ്ങൾ. ദീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അഖീദപരമായ വിശ്വാസപരമായ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളുമാണ് ശരീഅത്ത് എന്ന് പറയുക. ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റിയ വിഷയങ്ങളാണ്. എന്താണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ മാ ശറഅ അല്ലാഹു തആല ലി ഇബാദിഹി മിനൽ ദീനി വ ഫുറൂഇഹി എന്നാണ്. ഇനി ഹുക്കും അതിൻ്റെ ബഹുവചനമാണ് അഹ്കാം എന്നുള്ളത്. ജമ്മു ഹുക്കുമിൻ്റെ ബഹുവചനമാണ് അഹ്കാം. അഹ്കാം എന്ന് പറഞ്ഞാൽ എന്താ? അൽ അസറു സാബിത്തു ബിഷൈ, ഒരു കാര്യം കൊണ്ട് സ്ഥിരപ്പെട്ടതായ അതിൻ്റെ അടയാളമാണ്. നമ്മൾ ഹുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പഠിച്ചത് ജമ്മുൽ ജവാമിയിൽ? ഖിതാബുല്ലാഹി തആല അൽ മുതഅല്ലിഖു ബി അഫ്ആലിൽ മുകല്ലഫി മിൻ ഹൈസു ഇന്നഹു മുകല്ലഫുൻ എന്ന് കൂടിയുണ്ട് അല്ലേ? ഖിതാബുല്ലാ അള്ളാഹുവിൻ്റെ ഖിതാബാണ്. എങ്ങനത്തെ ഖിതാബാണ്? അൽ മുതഅല്ലിഖു ബി അഫ്ആലിൽ മുകല്ലഫി, മുകല്ലഫിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, മിൻ ഹൈസു ഇന്നഹു മുകല്ലഫുൻ, മുകല്ലഫാണെന്ന നിലക്ക് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ആ ഹുക്കുമിനിക്ക് ആ വായന കൊടുക്കണം എന്നില്ല. നമ്മളിവിടെ വിധി വിലക്കുകൾ, അത് വിശ്വാസപരമായ കാര്യമാവട്ടെ, മുതഅല്ലിഖും ബിൽ അഫ്ആൽ, ഏത് പിന്നെ മുകല്ലഫീങ്ങളുടെ അഫ്ആലുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതെല്ലാത്തതും എന്തിൽപ്പെട്ട്? ശരീഅത്തിൽപ്പെട്ട്. കാരണം ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതും ശരീഅത്താണ്. ഇൽമുൽ അഖീദയും എന്തുതന്നെയാണ്? ശരീഅത്ത്. അതിലെന്താ പറയുന്നത്? അഫ്ആലുൽ മുകല്ലഫല്ല, മറിച്ച് ദാത്തുല്ലാഹി വ സിഫാത്തുഹു ആണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ സിഫത്താണ്. നുബുവത്തിൻ്റെ ഷർത്ത് എന്താണ്? റിസാലത്തിൻ്റെ ഷർത്ത് എന്താണ്? മലായിക്കത്തിനെ കുറിച്ചാണ്, ആഖിറത്തിനെ കുറിച്ചാണ്, ഹഷ്ർ നഷ്ർ സിറാത്ത് ഇതിനെക്കുറിച്ചാണ് ചർച്ച. അപ്പോൾ അതിനൊന്നും എന്തല്ല അഫ്ആലുൽ മുകല്ലഫല്ല. അപ്പോൾ ഇവിടുത്തെ ഹുക്കുമിന് ആ അർത്ഥം വെക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൽമു ശരീഅത്ത്, ഇൽമുൽ ഹുക്കും, ഇൽമു ശറായി വൽ അഹ്കാം, അതിൻ്റെ അടിസ്ഥാനം അതേതാ? അത് ഇൽമു തൗഹീദ് വ സിഫാത്താണ്. തൗഹീദിൻ്റെയും പിന്നെ സിഫാത്തിനെ കുറിച്ചുമുള്ള അറിവാണ്. ശർഈയായ ഇൽമുകൾ 5 എണ്ണമാണ്. ഒന്ന് ഇൽമുൽ കലാം, മറ്റൊന്ന് ഇൽമു തഫ്സീർ,
ഹദീസ്, ഫിഖ്ഹ്, ഉസൂലു അൽ ഫിഖ്ഹ്. ഇങ്ങനെയാണ് 5 എണ്ണമാണ് ശരീഅത്തിൻ്റെ ഇൽമ്. നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താ? കിതാബ്, സുന്നത്ത്, ഇജ്മാ, ഖിയാസൊക്കെ പ്രമാണങ്ങളായിട്ട് പറയാറുണ്ട്. ശരീഅത്തിൻ്റെ ഇൽമുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 5 എണ്ണമായിട്ട് വിഭജിക്കാം. ഒന്ന് ഇൽമുൽ കലാം, തഫ്സീർ, പിന്നെ ഹദീസ്, ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ്. ഇതെല്ലാം ഇൽമു തൗഹീദ് വസിഫാത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഈ 5 അറിവുകളും എന്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ഇൽമു സിഫാത്തി തൗഹീദിൽ നിന്ന് വന്നതാണ്. എന്താ എങ്ങനെയാ? തഫ്സീർ എങ്ങനെയാണ് ഇൽമു സിഫാത്ത് തൗഹീദിൽ നിന്ന് ഉത്ഭവിച്ചത് നമുക്കറിയാം. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്. അതുപോലെ പിന്നെ കാരണം അള്ളാഹുവിൻ്റെ കലാമാണല്ലോ അതിൽ ചർച്ച ചെയ്യുന്നത്. അത് അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അള്ളാഹുവിൻ്റെ കലാം. ഹദീസോ, ആ ഹദീസിൽ ചർച്ച ചെയ്യുന്ന നബിതങ്ങളുടെ അഖ്വാൽ, അഫ്ആലാണ്. അത് നബിതങ്ങളെ അറിയുന്നതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. നബിതങ്ങളുടെ മാരിഫത്ത് എന്തിൽ നിന്നാണ് വരുന്നത്? ഈ ഖുർആനിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലേ? അതിന് ഉസൂലുൽ ഫിഖ്ഹോ, അതിൽ ചർച്ച ചെയ്യുന്നത് സമഈയായ പ്രാമാണികമായ തെളിവുകളിൽ നിന്നാണ്. അതേതാ? കിതാബ്, സുന്നത്ത്, ഇജ്മാ, ഖിയാസാണ്. അവകളെല്ലാം ഹുക്കുമിൻ്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും അവകളെല്ലാം കിതാബിലേക്കും മടങ്ങുന്നുണ്ട്. ഫിഖ്ഹോ, അത് ഉസൂലുൽ ഫിഖിൻ്റെ മേൽ എടുക്കപ്പെട്ടതുമാണ്. ഇങ്ങനെ 5 രീതിയിലുള്ള അറിവുകളാണുള്ളത്. അപ്പോൾ ഇന്ന മബ്ന ഇൽമി ശറാഇ വൽ അഹ്കാം വ അസാസ ഖവായിദി അഖായിദിൽ ഇസ്ലാം, ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ അടിത്തറയാകുന്നത്. അസാസ അടിത്തറ, ഖവായിദ് നിയമങ്ങളുടെ, അഖായിദ് വിശ്വാസപരമായ കാര്യങ്ങൾ, വചനപരമായ കാര്യങ്ങൾ, അൽ ഇസ്ലാമി ഇസ്ലാമിൻ്റെ അവകളും യുടെ അടിസ്ഥാനമാകുന്നത് ഇൽമു തൗഹീദ് വസിഫാത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ വിശദീകരിച്ചല്ലോ 5 ഇൽമിനെ കുറിച്ച്. അത് ഇൽമു തൗഹീദ് വസിഫാത്താണ്. അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അതിനെ സംബന്ധിച്ചുള്ള അറിവാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ ഈ ഇൽമിന് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഈ അറിവ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, അഹമ്മിയത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇൽമു തൗഹീദ് വസിഫാത്താണ് അൽ മൗസൂം ബിൽ കലാം. അൽ കലാം എന്ന പേരിൽ അറിയപ്പെട്ട, മൗസൂം എന്ന് പറഞ്ഞാൽ മഅലൂം എന്നർത്ഥം, മുഅലം അടയാളം വെക്കപ്പെട്ടത്, അറിയപ്പെട്ടത്. അൽ കലാം എന്ന് പറഞ്ഞാൽ വചനശാസ്ത്രം എന്നാണ് അർത്ഥം. ഇൽമുൽ കലാമിൻ്റെ മലയാള ഭാഷയിൽ വചനശാസ്ത്രം എന്ന് പറയാം. അൽ മുഞ്ചി എങ്ങനത്തെ ഇൽമുൽ കലാമാണ്? രക്ഷകനായ, രക്ഷപ്പെടുത്തുന്ന, അൻ ഗയാഹിബ് ഷുക്കൂക്കി സംശയങ്ങളാകുന്ന ഇരുളുകളിൽ നിന്ന്, വദുലുമാത്തിൽ ഔഹാമി ഭാവനകൾ, ധാരണകൾ, തോന്നിച്ചകൾ, ആ തോന്നിച്ചകളുടെ ഇരുളുകളിൽ നിന്നും. അപ്പോൾ സംശയങ്ങളാകുന്ന ഇരുളുകളിൽ നിന്നും തോന്നിച്ചകളാകുന്ന ഇരുളുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ട് ഖണ്ഡിതമായ ഒരു മനസ്സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന ഇൽമുൽ കലാമാണ് എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം. അതാണ് മബ്ന ഇൽമുൽ കലാം പറയുന്നത്. എന്നിട്ട് അതിനോട് അത്ഫ് ചെയ്ത് പറയാം. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ലുഗത്ത് ബയാൻ ചെയ്യാനുണ്ട്. ഗയാഹിബ് എന്ന് പറഞ്ഞാൽ ഗൈഹബിൻ്റെ ബഹുവചനമാണ് ഗയാഹിബ്. ഗൈഹബ് എന്ന് പറഞ്ഞാൽ അദ്ദുൽമത്തു ഷദീദ, ശക്തമായ ഇരുള്, തമസ്സ് മുറ്റിയത്, ശക്തമായ ഇരുള്. ഷക്ക്, ഷുക്കൂക്ക്, അതെന്താണ്? ഷക്ക്, വഹ്മ്, രണ്ടും സംശയം, ഭാവന എന്നാണ്. എന്നാൽ വഹ്മും ഷക്കും നോക്കിക്കഴിഞ്ഞാൽ ഷക്ക് എന്നുള്ളതിനേക്കാളും കുറച്ച് ബലം കുറഞ്ഞതാണ് വഹ്മ്. അഥവാ വഹ്മിലേക്ക് അപേക്ഷിച്ചിട്ട് ഷക്ക് കുറച്ച് ശക്തിയുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഈ ഷക്ക് നീങ്ങണമെങ്കിൽ ഗണ്യമായ തെളിവുകൾ വേണം. വഹ്മ് നീങ്ങണമെങ്കിൽ ഗണ്യമായ തെളിവുകളുടെ ആവശ്യം വേണ്ട. ഷക്ക് നീങ്ങണമെങ്കിൽ ദലായില് ഖത്ഇയ്യത്ത് വേണം. വഹ്മ് നീങ്ങണമെങ്കിൽ ദലായില് ഖത്ഇയ്യത്ത് വേണ്ട. അതുകൊണ്ട് തന്നെ ഷക്കും വഹ്മും നോക്കിയാൽ ഏതാ കുറച്ച് സ്ട്രോങ് ആയത്? ഷക്കാണ്. സ്ട്രോങ് കുറഞ്ഞതാണ് വഹ്മ്. അപ്പോൾ അതവിടെ ചർച്ച അവസാനിപ്പിക്കാം. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ ഇൽമുൽ കലാം ഈ കിതാബിന് ഷറഹ് എഴുതാനുള്ള കാരണം പറയുന്നത് അന്നൽ മുഖ്തസറാലെ ഇന്നൽ മുഖ്തസറ, ഒരു ലഘുകൃതി, ഹ്രസ്വമായ കൃതി എന്നാണ് മുഖ്തസറിൻ്റെ മായന. അൽ മുസമ്മ, പേര് വെക്കപ്പെട്ട ബിൽ അഖായിദി, അൽ അഖായിദ് എന്ന്. ആരുടെ അൽ അഖായിദാണ്? ലിൽ ഇമാം, ഒരു ഇമാമിനുള്ള. ഇമാം എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടുന്ന ആൾ എന്നാണ്. ഇമാം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്തദാ ബിഹി. വേറൊരു മായന എങ്ങനെ പറയാം? മുഅ്തമ്മ ബിഹി. മുഅ്തമ്മ ബിഹി. ഇത്തമ്മ എന്ന് പറഞ്ഞാലും ഇഖ്തദ എന്ന് പറഞ്ഞാലും എന്താണ്? ഒരേ അർത്ഥമാണ്. ഇസ്തന്ന എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. മങ്കാന മുസ്തന്നൻ ഫൽ യസ്തന്ന ബിമങ്കത് മാത്ത. ആരോടെങ്കിലും പിന്തുടരാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽ യസ്തന്ന ബിമങ്കത് മാത്ത, മരിച്ചോറെ പിന്തുടരട്ടെ. കാരണം അവർ ഇനി മാറൂലല്ലോ. ജീവിച്ചിരിക്കുന്നവർ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. അതുകൊണ്ട് അവരെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ വടി പിടിക്കേണ്ടി വരും. ഐസ് തിന്ന പോലെ ലാസ്റ്റ് കൊള്ളി പിടിക്കേണ്ടി വരും.
അങ്ങനെ ആയിക്കൂടാ. കള്ള ശൈഖന്മാരോടെല്ലാം നമ്മൾ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ലാസ്റ്റ് ലലാലത്തിലായി അവർ തൗബ ചെയ്ത് മടങ്ങിയാലും നമ്മൾ തൗബ ചെയ്ത് മടങ്ങൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ എന്താ പറഞ്ഞ അനൽ മുഖ്തസറ, ഒരു മുഖ്തസറ. എങ്ങനത്തെ മുഖ്തസറാണ്? അൽ മുസമ്മ, പേര് വെക്കപ്പെട്ട ബിൽ അഖായിദി. ആരുടേതാണ്? ഇമാം അൽ ഇമാമിൻ്റെ. അൽ ഇമാമിൻ്റെ അർത്ഥം എന്താണ്? മൈ യുത്തം ബിഹി, തുടരപ്പെടുന്ന ആൾ എന്നാണ് അർത്ഥം. അൽ ഹുമാം, ഹുമാമിന് അർത്ഥം കബീർ എന്ന് വെച്ചാൽ മതി. കബീർ വലിയ ഇമാം. പിന്നെയോ കുതുവത്ത് എന്ന് പറഞ്ഞാൽ മാതൃക, യോഗ്യൻ, പിന്തുടരപ്പെടേണ്ട ആൾ എന്നാണ്. കുതുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാതൃക. ആരുടെ? ഉലമായിൽ ഇസ്ലാം, ഇസ്ലാമിക പണ്ഡിതന്മാരുടെ. പിന്നെ ആരാണ് മൂപ്പർ? നജ്മിൽ മില്ലത്തി വദ്ദീൻ, മില്ലത്ത് ദീനിൻ്റെ നക്ഷത്രവുമാണ് മൂപ്പർ. ഒരു സ്റ്റാറാണ്. നമ്മൾ പറയില്ല വലിയ സ്ഥാനത്തിലുള്ള സ്റ്റാർ എന്ന് പറയാറുണ്ടല്ലോ, താരം. ഈ താരാണ്. എന്തിൻ്റെ താരം? മില്ലത്ത് ദീനിൻ്റെ താരാണ്. ദീന്, ശരീഅത്ത്, മില്ലത്ത്, നാമൂസ്, ഇതെല്ലാം ഒരേ അർത്ഥമാണ്. ഒന്ന് എഴുതി വെക്കണേ. ദീന്, ശരീഅത്ത്, മില്ലത്ത്, നാമൂസ്, ഇതെല്ലാം തന്നെ ബിദ്അത്ത് ഒന്നാണ്. ഇഅ്തിബാർ കൊണ്ട് അർത്ഥം, ലഫ്ള് അർത്ഥം കൊണ്ട് മാറ്റമുണ്ടെങ്കിലും അതിൻ്റെ പരിഗണന കൊണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ്. അതിൻ്റെയൊക്കെ വിശദീകരണം നല്ലോണം പറയാനുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നജ്മുൽ മില്ലത്തി വദ്ദീൻ, മില്ലത്ത് ദീനിൻ്റെ നജ്മുമാണ്. ആരാണ് ആ ഇമാമ്? അൽ ഇമാമുൽ ഹുമാം. ആരാണ്? ഉമറുൻ നസഫി. ഉമറുൻ നസഫിയാണ്. ഉമർ നസഫിയാണ്. എങ്ങനത്തെ ഉമർ നസ്വ അയലല്ലാഹു, അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ദർജത്തോ അദ്ദേഹത്തിൻ്റെ പദവിയെ. ഫി ദാരിസ്സലാം, ദാറുസലാമിൽ അള്ളാഹു യദഉ ഇലാ ദാരിസ്സലാം. ഏതാ ദാരുസലാം? സ്വർഗമാണ്. അപ്പോൾ രക്ഷയുടെ വീട്. ആ രക്ഷയുടെ വീടിൽ അള്ളാഹു തആല ദർജയെ ഉയർത്തി കൊടുക്കട്ടെ. ആ കിതാബ് അപ്പോൾ മൂപ്പര് ഇന്ന ഇമാമിനുള്ള അൽ അഖായിദ് എന്ന കിതാബ് ആയപ്പോൾ യഷ്തമിലു, അതിൻ്റെ ഖബർ അതാണ്. യഷ്തമിലു, ഉൾക്കൊള്ളുന്നതായപ്പോൾ, മിൻ ഹാദൽ ഫന്നി, ഈ വിഷയത്തിൽ. ഏത് വിഷയം? ഇൽമുൽ കലാമിൽ. എന്തിൻ്റെ മേൽ ഉൾക്കൊള്ളുന്നു? അലാ ഉററിൽ ഫറായിദി. അലാ ഉററി, ഉറത്തിൻ്റെ ബഹുവചനമാണ് ഉറാറ്. ഉറത്തിൻ്റെ ബഹുവചനമാണ് ഉറർ. ഉറത്ത് എന്ന് പറഞ്ഞാൽ കുതിരയുടെ നെറ്റിത്തടത്തിലുള്ള വെളുപ്പിനാണ് എന്ത് പറയല്? ഉറത്ത് എന്ന് പറയാം. കുതിര, വെളുത്ത കറുത്ത കുതിര അല്ലെങ്കിൽ വേറെ കളറുള്ള കുതിര, അതിൻ്റെ നെറ്റിയിൽ വെളുത്ത കളറുണ്ടാവും. അപ്പോൾ പ്രത്യേകം എടുത്ത് കാണിക്കും, ശ്രദ്ധിക്കപ്പെടും. അങ്ങനത്തെ അത് പലപ്പോഴും ഉറൻ മുഹജ്ജലീൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാം, മോമിനിയങ്ങളെ കുറിച്ചിട്ട്, ഓത് കൊടുക്കുന്നവരെ കുറിച്ചൊക്കെ. അപ്പോൾ എന്താണ്? വെളുത്ത. അല ഗുററിൽ ഫറായിദി. ഫരീദ ജമ്മാണ് ഫറായിദ്, ഒറ്റ മുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വെളുത്ത മുത്ത്, ആ വെളുത്ത മുത്തിൻ്റെ മേൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തിലുള്ള വെളുത്ത മുത്ത്? എന്തിലുള്ള വെളുത്ത മുത്ത്? ഇൽമുൽ കലാമിലുള്ള, വചനശാസ്ത്രത്തിലെ വെളുത്ത മുത്ത്. എന്തിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഫീ ലിമിനി ഫുസൂലിൻ, ചില അധ്യായങ്ങളുടെ ഇടയിലായിട്ട്. അവിടെ ഫവായിദ്, ഉററിൽ ഫറായിദ് വ ദുററിൽ ഫവായിദ്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഉററുൽ ഫറായിദി വ ദുററിൽ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.